നമസ്കാരം അച്ഛന്മാരെ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിതാ നമ്മൾ കൺട്രോൾ പാനലിനെ പറ്റിയിട്ടാണ് പറയുന്നത്. പമ്പ് കൺട്രോൾ പാനലിനെ പറ്റിയിട്ടാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാനൽ എടുത്ത് കാണിക്കാൻ ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സ്വിമ്മിംഗ് പൂളിൻ്റെ പമ്പ് കൺട്രോൾ പാനലാണ്. ഇതിൽ ജാക്കുസിയാണ്, ജാക്കുസിയുടെ കൺട്രോൾസാണ് ഈ കൊടുത്തിട്ടുള്ളത്. 3 സ്റ്റാർട്ടും 3 സ്റ്റോപ്പും, 3 പമ്പുകളുടെ കൺട്രോളാണ് ഇവിടെയുള്ളത്. അതേപോലെ തന്നെ മുകളിലായിട്ട് ഫിൽട്ടർ പമ്പിൻ്റെയാണ്, അതായത് സ്വിമ്മിംഗ് പൂൾ ഫിൽട്രേഷന് ഉപയോഗിക്കുന്ന ഫിൽട്ടർ പമ്പിൻ്റെ കൺട്രോൾസാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. 3 പമ്പുകളാണ്, പമ്പ് 1, പമ്പ് 2, പമ്പ് 3. അതേപോലെ തന്നെ ജാക്കുസിയുടേതും പമ്പ് 1, പമ്പ് 2, പമ്പ് 3. ഇതാ ഇവിടെ ഇരിപ്പുണ്ട് പമ്പുകൾ, കണ്ട. ഇതാണ് എൻ്റെ പമ്പുകൾ വരുന്നത്. ഇനി മറ്റൊരു കാര്യം കാണിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇത് തുറന്ന് കാണിച്ചു തരാം. ഇതാ ഇവിടെയാണ്, ഇങ്ങനെയാണ് കൺട്രോൾ വയറിങ് വന്നിട്ടുള്ളത്. ഇപ്പോൾ സ്റ്റാർട്ട് ബട്ടൺ, സ്റ്റോപ്പ് സ്വിച്ചിൻ്റെയൊക്കെ കാര്യങ്ങൾ എല്ലാവർക്കും ഒക്കെ അറിയാം. അപ്പോൾ നിലവിൽ ഇതാ ഈ ഒരു സംഭവം നോക്കൂ. ആദ്യം അടിയിലെ കാണിക്കാം. ഇതാ ഇത്തരത്തിലുള്ള ട്രാൻസ്ഫോർമറുകൾ പല പാനലുകളിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് സംശയമുള്ള പലരും നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് അങ്ങനെ ഒരു ട്രാൻസ്ഫോർ വെച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലാണ് നമ്മളിന്ന് കൃത്യമായിട്ട് പറയാൻ പോകുന്നത്. ഇതാ ഇവിടെ നോക്കി, 230 വോൾട്ട് കോമൺ, അതേപോലെ തന്നെ കോമൺ 24 വോൾട്ട്. അതായത് ഈ ട്രാൻസ്ഫോർമർ 230 230 വോൾട്ട് ബാർ 24 വോൾട്ടിൻ്റെ 3 ട്രാൻസ്ഫോർമറുകളാണ് ഇവിടെയുള്ളത്. എന്തിനാണ് ഈ ട്രാൻസ്ഫോർമറുകൾ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് പലർക്കും ഡൗട്ടുണ്ടാവും. അത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി തരാം. ഇങ്ങനെയുള്ള ട്രാൻസ്ഫോർമറുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്, നമുക്കിത് നോർമലായിട്ടുള്ള ഒരു DOL കൺട്രോളാണ്. പിന്നെ എന്തിന് അവിടെ 24ൻ്റെ ഒരു ട്രാൻസ്ഫോർമർ ഉപയോഗിച്ചു 230 വോൾട്ടിൽ നമുക്ക് കൺട്രോൾ വയറിങ് ചെയ്താൽ പോരെ എന്നുള്ളത്. അതിൻ്റെ മേളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 230 വോൾട്ടിൻ്റെ കൺട്രോൾ വയറിങ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, കൃത്യമായിട്ട് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. കണ്ടോ, 240 വോൾട്ടിൻ്റെ കോയിലാണ് അവിടെ വന്നിട്ടുള്ളത്. ഇനി താഴത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ കണ്ട 24 വോൾട്ട് 50 ഹെർട്സിൻ്റെ കോണ്ടാക്ടറുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, മുകളിൽ 230 വോൾട്ട്, താഴെ 24 വോൾട്ടിൻ്റെ കോണ്ടാക്ടറുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ താഴത്തെ പാനലുകൾക്ക് വേണ്ടി മാത്രമാണ് ഈ 3 ട്രാൻസ്ഫോർമറുകൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ താഴത്തെ 3 DOL യൂണിറ്റിന് വേണ്ടിയിട്ടാണ് ഈ ട്രാൻസ്ഫോർമർ ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ മുകളിൽ അത് ഉപയോഗിച്ചിട്ടുമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്ന മച്ചാന്മാർ ഒന്ന് കമൻറ്റായിട്ട് ഇപ്പം തന്നെ രേഖപ്പെടുത്തേക്കുക. അപ്പോൾ ഒപ്പം കാര്യങ്ങളിലേക്ക് കിടക്കുന്ന മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഓണാക്കിയാൽ ഉടൻ തന്നെ പമ്പ് ഓണായി അങ്ങോട്ട് പോകും. നോക്കൂ, കേട്ടോ, ഓണായി പോകും. അപ്പോൾ 3 പമ്പുകളും അങ്ങനെ നമുക്ക് ഓൺ ചെയ്യാം. അപ്പോൾ നിലവിൽ നമ്മുടെ ഇവിടെ സ്വിച്ച് കൺട്രോൾസ് ഒന്ന് നോക്കി. സ്വിച്ച് കൺട്രോൾസിൽ നമ്മൾ ജമ്പർ അടിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇത് മറ്റൊരു സ്ഥലത്തിരിക്കുന്ന പാനലാണ്. അതങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത് സപ്ലൈ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ട്രിപ്പായി പോകും. പിന്നെ നമ്മളിവിടെ ഒന്ന് ഓൺ ചെയ്യണം. അപ്പോൾ താഴത്തെ മേളിൽ ഇരിക്കുന്നതുകൊണ്ട് ചെറിയൊരു പരിപാടി കാണിച്ചു വെച്ചിരിക്കുന്നതാണ് അത്. അപ്പോൾ ഇതിൻ്റെ കൺട്രോൾ സെക്ഷൻസ്, ഈ കൺട്രോള് നമുക്ക് മറ്റൊരു സ്ഥലത്ത് ഉണ്ട്. അതായത് സ്വിമ്മിംഗ് പൂളിലാണ് ഈ ജാക്കുസിയുടെ മറ്റ് കൺട്രോൾ സ്വിച്ചുകൾ ഇരിക്കുന്നത് സ്വിമ്മിംഗ് പൂളിലാണ്. ഇവിടെ പമ്പ് കൺട്രോൾ പോയതിരിക്കുന്നതിനൊപ്പം തന്നെ മറ്റ് 2 വയർ, ഈ വയർ പോയിട്ടുള്ളത് കാണാം. ഇത് 24 വോൾട്ട് കൺട്രോളാണ്. ഇത് സ്വിമ്മിംഗ് പൂൾ സൈഡിലായിട്ടാണ് ഈ ജാക്കുസി. ഇവിടെ സ്വിച്ച്, അവിടെ കൺട്രോൾസ് ഉണ്ട്. ആ സ്വിച്ച് കൺട്രോളിനനുസരിച്ച് ജാക്കുസി വേണമെങ്കിൽ അവിടെ നിന്ന് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം, ഓൺ ചെയ്യുകയോ ഓഫ് ചെയ്യുകയോ ചെയ്യാം. നിലവിൽ മേളിൽ നോക്കിയോ, മേളിൽ ആ ഫേസിൻ്റെ മാത്രമേ ഉള്ളൂ. കണ്ട, പമ്പിലേക്ക് പോകുന്ന സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ, കണക്ഷൻസ് ഉള്ളൂ, ബാക്കി കാര്യങ്ങളൊന്നുമില്ല. നിലവിൽ ഇവിടെ ഉണ്ട്. അപ്പോൾ പൂളിൽ കിടക്കുന്ന ആൾക്ക് ഷോക്ക് ഏൽക്കാൻ പാടില്ല, മനസ്സിലായോ? പൂളിൽ നിന്നുകൊണ്ട് ആ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ അത് കൈ നനഞ്ഞതൊക്കെ ആയിരിക്കാം, അതേപോലെ തന്നെ വെള്ളം ഓവർഫ്ലൈ തന്നെ ആയിരിക്കാം. ആ സ്ഥലത്തൊക്കെ എൻ്റെ സ്വിച്ച് കൺട്രോൾസ് ഉണ്ട്. അപ്പോൾ ആ സ്വിച്ച് കൺട്രോളിൽ നിന്ന് ഷോക്ക് ആർക്കും ഏൽക്കാൻ പാടില്ല. അതുകൊണ്ടിട്ടാണ് ഈ 24 വോൾട്ടിൽ ഈ സിസ്റ്റം കൺട്രോൾ വയറിങ് ചെയ്യപ്പെട്ടുള്ളത്. ഇത് തന്നെ നമ്മൾ ബിൽഡിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള പാനലുകളിലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. കാരണം റിലേകൾ ഓവറായിട്ട് യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിൽ
ആ സിസ്റ്റത്തിൽ നമ്മൾ ലോ വോൾട്ടേജ് കൺട്രോൾ വയറിംഗ് ആയിട്ടാണ് കൂടുതലും ചെയ്യുക. മേളിലത്തെ പാനൽ നോക്കിയേ, മേളിലത്തെ പാനൽ നമ്മുടെ 230 തന്നെയാണ്. 230 വോൾട്ടിൻ്റെ കൺട്രോൾ വയറിംഗ് ആണ് മേളിൽ ചെയ്തിട്ടുള്ളത്. ഈ പാനലിൽ നമ്മൾ എവിടെ തൊട്ടാലും ഒന്നും ഷോക്കൊന്നും അടിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ കൺട്രോൾ സിസ്റ്റംസ് എല്ലാം വന്നിട്ടുള്ളത് 24 വോൾട്ടിലാണ്. 24 വോൾട്ടിലാണ് എൻ്റെ വയറിങ് ഫുള്ള് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇൻഡിക്കേറ്റർ സെക്ഷൻ്റെ മാത്രം പ്രത്യേകമുണ്ട്. സ്വിച്ച് കൺട്രോൾ സെക്ഷനിലൊന്നും വരില്ല. ഇൻഡിക്കേറ്ററിൻ്റെ കൺട്രോൾ മാത്രമാണ്, പമ്പ് ഓൺ ഓഫ് കൺട്രോൾ മാത്രമാണ്, ലൈറ്റ് കൺട്രോൾ മാത്രമാണ് 230 വരുന്നത്. പക്ഷേ പമ്പ് സൈഡിലേക്ക് ഈ ഓൺ ഓഫ് എന്ന് പറയുന്ന കൺട്രോൾസ് മുഴുവൻ പോകുന്നത് 24 ആണ്. ഈ 24 സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെയും സ്വിച്ച് ഉള്ളത് കൊണ്ടിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നനഞ്ഞ് നിൽക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഷോക്ക് ഏൽക്കരുത്, അവിടെ നിന്ന് കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട്. അതേപോലെ തന്നെ കൃത്യമായിട്ട് തന്നെ നമ്മുടെ ഫേസ് പ്രിവെൻറ്ററൊക്കെ 3 പമ്പുകൾക്കും പ്രത്യേകമായി തന്നെ കൊടുത്തിട്ടുണ്ട്. പാനലിൽ മൊത്തത്തിൽ ഒരെണ്ണം എന്നുള്ള രീതിയിലല്ല, എല്ലാ പമ്പുകൾക്കുമായിട്ട് സെപ്പറേറ്റ് തന്നെ പ്രിവെൻറ്ററുകൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പാനൽ ഇത് നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ പാനലിൻ്റെ മെയിനിൽ ഈ ELR കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ പല സുഹൃത്തുക്കൾക്കും ഡൗട്ട് മാറിക്കാണും, എന്തുകൊണ്ടാണ് 24 വോൾട്ട് കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ 12 വോൾട്ടിൻ്റെ കൺട്രോൾസൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായ സുഹൃത്തുക്കൾ വീഡിയോ ലൈക്ക് ചെയ്തേക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതേപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ബൈ.